പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതിയിൽ കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ UGC അന്വേഷണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ പരാതിയിലാണ് അന്വേഷണം. UGC മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ അപേക്ഷ ക്ഷണിച്ചത് എന്നായിരുന്നു പരാതി. 2020 UGC റെഗുലേഷൻ പ്രകാരം രാജ്യത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഓൺലൈൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, റെഗുലർ രീതികൾ മാത്രമാണ് UGC അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ രീതികൾ. ഇത് മറികടന്നാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിച്ചത്. ഇതിന് പിന്നാലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ UGCക്ക് പരാതി നൽകി. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണെന്നും കണ്ണൂർ സർവകലാശാലയുടെ നിലപാട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യുമെന്നുമായിരുന്നു പരാതി. സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോ പി ജോസും പരാതിയുമായി രംഗത്തെത്തി. ഈ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുവാൻ വേണ്ടിയിട്ട് UGC റെഗുലേഷനെ കണ്ടില്ല എന്ന് നടിക്കുക. ഹൈക്കോടതിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സർവകലാശാല ശ്രദ്ധയിൽ ഇതുള്ളതാണ്. എന്നിട്ട് പോലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സർവകലാശാല 100 കണക്കിന് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ 2025 മെയ് മാസം ഇറക്കിയിരിക്കുകയാണ്. പരാതിക്ക് പിന്നാലെ UGC അന്വേഷണത്തിന് ഉത്തരവിട്ടു. സെനറ്റേഴ്സ് ഫോറത്തിന്റെ പരാതി അന്വേഷിക്കാൻ NAC ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നൽകിയ പരാതിയിൽ UGC കണ്ണൂർ സർവകലാശാലയോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കാസർഗോഡ്.